കോഴിക്കോട് വടകരയിൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചയാൾ മരിച്ചു. തിരുവള്ളൂർ സ്വദേശിയായ ചിരികണ്ടോത്ത് ഇബ്രാഹിമാണ് മരിച്ചത്. DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ വീട്ടിൽ വെച്ചാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. മുബാറക്കാണ് വിവരങ്ങളുമായി ചേരുന്നത്. മുബാറക്, എന്തിനായിരുന്നു ഇയാൾ ജീവനൊടുക്കാൻ ശ്രമിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? ലിനിഷ, വടകര, അതായത് കോഴിക്കോട് വടകരയിൽ നിന്ന് ദുഃഖകരമായ ഒരു വാർത്ത ഇപ്പോൾ വരികയാണ്. അതായത് ഇന്ന് രാവിലെ DCC സെക്രട്ടറിയുടെ, അദ്ദേഹം കോഴിക്കോട് DCC സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ഒരു വയോധികൻ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇബ്രാഹിം എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇതിന് കാരണം എന്തെന്നാൽ, അതായത് ഇദ്ദേഹത്തിന്റെ ശരീരമാസകലം ഒരു 70% ശരീരം പൊള്ളലേറ്റൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഈ സംഭവം നടന്നതിനെ തുടർന്ന് വടകരയിലുള്ള ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലിട്ട് ചികിത്സയ്ക്കായി മാറ്റിയിരുന്നത്. ഇന്ന് രാവിലെ 10:00 കൂടിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. അതായത് കോൺഗ്രസ് നേതാവും അതുപോലെ കോഴിക്കോട് DCC സെക്രട്ടറിയുമായിട്ടുള്ള സുധീർ കുമാറിന്റെ വീട്ടിലെത്തിയായിരുന്നു ഇയാൾ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ശരീരത്തിൽ ഒഴിച്ച് തീ കൊളുത്തിയിരുന്നത്. ഇതെന്താണ് ഇങ്ങനെ ഒരു കാരണം എന്നുള്ളത് വ്യക്തമല്ല. അതായത് ഇബ്രാഹിം മരണപ്പെട്ടതോടെ ഇതിന്റെ അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ DCC സെക്രട്ടറിയുടെ വീട്ടിൽ വെച്ച് ഇയാൾ എന്തിനാണ് ഇത്തരം ഒരു കടുങ്കൈ ചെയ്തത് എന്നതിനെ കുറിച്ച് വടകര പോലീസും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരോടൊപ്പം വിശദമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചയാൾ മരണപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാരണങ്ങളെല്ലാം നാളെയും മറ്റന്നാളുമായി തന്നെ നമുക്ക് കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തു വരാൻ കഴിയുമെന്നാണ് കരുതുന്നത്. നിമിഷ, ശരി മുബാറക്, എന്തായാലും എന്താണ് കാരണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ. വിശദമായി വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. മുബാറക്കാണ് വിവരങ്ങൾ നൽകിയത്.